കൃഷ്ണ, എല്ലാവർക്കും ശ്രീ ഭഗവാന് വാചയിലേക്ക് സ്വാഗതം. നമുക്ക് ഭഗവത്ഗീത യഥാരൂപം പഠിക്കാനായിട്ട് ശ്രമിക്കാം. എന്താണ് ഭഗവത്ഗീത യഥാരൂപം? ഒരിക്കൽ ഒരു അമേരിക്കൻ വനിത ഇസ്കോൺ സ്ഥാപകാചാര്യനായ ശ്രീല പ്രഭുപാദരോട് ഭഗവത്ഗീതയുടെ ഒരു ഇംഗ്ലീഷ് തർജ്ജമ നിർദ്ദേശിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ശ്രീല പ്രഭുപാദ പറഞ്ഞത് എങ്ങനെയാണ്? അമേരിക്കയിൽ എന്നല്ല, ഇന്ത്യയിൽ പോലും ഭഗവത്ഗീതയുടെ ഒരു യഥാർത്ഥ കോപ്പി ലഭിക്കാനായിട്ട് പ്രയാസമാണ്. കാരണം മിക്കവാറും ഭഗവത്ഗീതയിൽ വ്യാഖ്യാതാവ് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഭഗവത്ഗീത യഥാരൂപത്തിൽ ഭഗവാൻ എന്താണോ അർജുനന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ പറഞ്ഞു കൊടുത്തത്, അത് അതേപടി ഒരു കലർപ്പുമില്ലാതെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഭഗവത്ഗീതയെ ഗീതോപനിഷത്തെന്നും അറിയപ്പെടുന്നു. വേദസാഹിത്യത്തിലെ ഒരു സുപ്രധാനമായ ഉപനിഷത്താകുന്നു ഭഗവത്ഗീത. ഭഗവാന്റെ വാണിയാകുന്നു ഭഗവത്ഗീത. ഭഗവത്ഗീത നാം പഠിക്കുമ്പോൾ ഗീതോപദേശത്തിൻ്റെ ആജ്ഞാനുസരണം തന്നെ പഠിക്കേണ്ടതാണ്. നമുക്കതിനെ ഇങ്ങനെ കാണാം. നാം ഒരു അസുഖത്തിന് ഡോക്ടറെ സമീപിച്ചെന്നിരിക്കട്ടെ, ഡോക്ടർ പറഞ്ഞ രീതിയിൽ തന്നെ മരുന്ന് കഴിച്ചാൽ മാത്രമേ അസുഖം മാറുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഭഗവത്ഗീതയും. ഭഗവത്ഗീത നാം പഠിക്കുമ്പോൾ ഗീതോപദേശകന്റെ ആജ്ഞാനുസരണം തന്നെ പഠിക്കേണ്ടതാണ്. ആരാണ് ഗീതോപദേശകൻ? പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഗീതോപദേശകൻ. ഇത് ഭഗവത്ഗീതയിൽ എല്ലായിടത്തും എടുത്തു പറയുന്നുണ്ട്. കൂടാതെ ആചാര്യന്മാരായ ശങ്കരാചാര്യർ, രാമാനുജാചാര്യർ, മധ്വാചാര്യർ, നിംബർക്ക സ്വാമികൾ, ചൈതന്യ മഹാപ്രഭു എന്നിവരും ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. കൂടാതെ ഭഗവാൻ സ്വയം സംസ്ഥാപനം ചെയ്യുന്ന ഭഗവത്ഗീതയിൽ താനാണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെന്ന് ബ്രഹ്മസംഹിതയിലും പുരാണങ്ങളിലും ഇത് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവത്ഗീതയുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, ഇമം വിവസതേ യോഗം പ്രോക്തവാന അഹം അവ്യയം വിവസാൻ മനുവേ പ്രാഹ മനു ഇക്ഷാകുവേ അബ്രവീത് ഏവം പരമ്പരാ പ്രാപ്തമിമം രാജർഷിയെ വിദുഹ സ കാലനേഹ മഹതായോഗ നഷ്ടപരന്തവ. സൂര്യദേവനായ വിവസാന് ഭഗവത്ഗീത ആദ്യം ഉപദേശമായി പറയുന്നു. വിവസാൻ മനുവിനും മനു ഇക്ഷാകുവിനും ഉപദേശമായും പറയുന്നു. അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതായും പറയുന്നു. എന്നാൽ കാലത്തിൻ്റെ ദൈർഘ്യത്താൽ എപ്പോഴോ ആ ശിഷ്യ പരമ്പര നഷ്ടപ്പെടുകയും ഭഗവാൻ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് അർജുനന് വീണ്ടും അത് ഉപദേശിക്കേണ്ടതായും വന്നു. ഭഗവത്ഗീത പഠിക്കാനായിട്ട് എന്ത് യോഗ്യതയാണ് നമുക്ക് വേണ്ടത്? അർജുനൻ ഭഗവാന്റെ ഭക്തനും ശിഷ്യനും സുഹൃത്തുമായതുകൊണ്ടാണ് ഭഗവത്ഗീത അർജുനന് ഉപദേശമായിട്ട് പറയപ്പെടുന്നത്. അതുകൊണ്ട് അർജുനന് സമാനമായ ഗുണങ്ങളുള്ള ഒരു വ്യക്തിക്കാണ് ഭഗവത്ഗീത പഠിക്കാൻ ഏറ്റവും യോഗ്യത. ഭക്തിഭാവത്തോടു കൂടിയാവണം ഭഗവത്ഗീത പഠിക്കേണ്ടത്. ഭഗവത്ഗീത എങ്ങനെയാണ് നാം പഠിക്കേണ്ടത്? ഭഗവത്ഗീത വളരെ സുസൂക്ഷ്മം പഠിക്കേണ്ടതാണ്. നമ്മുടെ വ്യക്തി താല്പര്യങ്ങളെല്ലാം മാറ്റി നിർത്തിവെച്ചുകൊണ്ടായിരിക്കണം ഭഗവത്ഗീത പഠിക്കേണ്ടത്. ഭഗവത്ഗീത ഗുരു ശിഷ്യ പരമ്പരയിലൂടെ പഠിക്കണം. ഭഗവാന്റെ ഭക്തനിൽ നിന്നായിരിക്കണം ഭഗവത്ഗീത പഠിക്കേണ്ടത്. ഇങ്ങനെ നാം ഭഗവത്ഗീത പഠിക്കുകയാണെങ്കിൽ വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അറിവിനെയും നമുക്ക് മറികടക്കാൻ പറ്റും. മാത്രവുമല്ല, ലോകത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളിലുമുള്ള അറിവിനെ നമുക്ക് മറികടക്കാനും പറ്റുന്നതാണ്. എന്താണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം? മാനവ സമുദായത്തെ ഭൗതിക അസ്തിത്വമാകുന്ന അവിദ്യയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യം. അർജുനനെ കുരുക്ഷേത്ര യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ നേരിടേണ്ടി വന്ന വിഷമതകൾ നാം ഓരോരുത്തരും നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. നാം ആരാണ്? നമ്മുടെ ക്ലേശങ്ങൾക്ക് എന്താണ് കാരണം എന്ന് കുറച്ചു പേരെങ്കിലും അന്വേഷിക്കുന്നു. ഈ അന്വേഷണത്തെ ബ്രഹ്മസൂത്രത്തിൽ അതാതോ ബ്രഹ്മജിജ്ഞാസ എന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മുടെ ക്ലേശങ്ങൾക്ക് എന്താണ് കാരണം, അതിനുള്ള പരിഹാരം എന്തെന്ന് അന്വേഷിക്കാത്തവനെ പൂർണ്ണ മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ യാതനകൾക്ക് എന്താണ് പരിഹാരം, നാം എവിടെ നിന്ന് വന്നു, നാം മരണശേഷം എങ്ങോട്ട് പോകുന്നു എന്ന് അന്വേഷിക്കുന്നവരാണ് ഭഗവത്ഗീത പഠനത്തിനുള്ള യഥാർത്ഥ വിദ്യാർത്ഥികൾ. 5 അടിസ്ഥാന തത്വങ്ങളാണ് ഭഗവത്ഗീതയിൽ വിവരിക്കുന്നത്. ഈശ്വര, പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമനിയന്താവ്. ജീവാത്മാവ്, ഭഗവാന്റെ വിഭിന്ന അംശങ്ങളാണവ. അവ ഭഗവാനാൽ നിയന്ത്രിതമാണ്. പ്രകൃതി ഉത്കൃഷ്ട പ്രകൃതി എന്നും അധമ പ്രകൃതി എന്നും പറയുന്നു. ജീവാത്മാക്കൾ ഉത്കൃഷ്ട പ്രകൃതിയിൽപ്പെടുന്നു. ഭൗതിക പ്രകൃതിയെ അധമ പ്രകൃതിയായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. കാലം, ഈ പ്രപഞ്ച അസ്തിത്വത്തിൻ്റെ പ്രകടന കാലത്തെ കാലമായിട്ട് കണക്കാക്കുന്നു. കർമ്മം, നാം സ്മരണാതീത കാലം മുതലേ വിവിധ തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു.
അതിൻ്റെ ഫലം സുഖമായും ദുഃഖമായും നാം അനുഭവിക്കുന്നു. ഈ 5 തത്വങ്ങളിൽ കർമ്മമൊഴിച്ച് മറ്റെല്ലാം ശാശ്വതമാണ്. കർമ്മത്തെ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. മുക്തിക്കുതകുന്നത് ഏത് കർമ്മമാണെന്ന് ഭഗവത്ഗീതയിൽ വിവരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഭഗവത്ഗീതയെക്കുറിച്ച് മഹത് വ്യക്തികൾ എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുന്നു, ഭഗവത്ഗീത വായിക്കുകയും ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നും നോക്കുമ്പോൾ മറ്റെല്ലാം എനിക്ക് നിരർത്ഥകമായി തോന്നുന്നു. മഹാത്മാഗാന്ധിജി പറയുന്നു, സംശയം എന്നെ വേട്ടയാടുമ്പോൾ, നിരാശ എൻ്റെ മുഖത്ത് തുറച്ചു നോക്കുമ്പോൾ, ചക്രവാളത്തിൽ പ്രതീക്ഷയുടെ ഒരു കിരണം പോലും കാണാതെ വരുമ്പോൾ ഞാൻ ഭഗവത്ഗീതയിലേക്ക് നോക്കുകയും അവിടെ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരു ശ്ലോകം കണ്ടെത്തുകയും ചെയ്യുന്നു. എത്ര വലിയ ദുഃഖത്തിനിടയിലും എനിക്ക് പുഞ്ചിരിക്കാൻ കഴിയുന്നു. ഭഗവത്ഗീതയെ ധ്യാനിക്കുന്നവർക്ക് പുതിയ അർത്ഥങ്ങളും സന്തോഷവും ലഭിക്കുന്നതാണ്. ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളുമാണുള്ളത്. അവയെക്കുറിച്ച് വരുന്ന വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ, പ്രണാമം. ശ്രീല പ്രഭാത് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ.